വചനമൊഴി ഏപ്രിൽ 18 പീഡാനുഭവ വെള്ളി. വചനഭാഗം ഉൽപ്പത്തി 22:1-19, യേശയ്യാ 52:13-53-9, റോമ 5:6-16. വിശുദ്ധ സുവിശേഷകരായ ലൂക്ക 22:63-23-12, മത്തായി 27:19, ലൂക്ക 23:13-23, മത്തായി 27:24-25, ലൂക്ക 23:24-45, മത്തായി 27:51-54, യോഹന്നാൻ 19:23-30, യോഹന്നാൻ 19:31-42. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. പടയാളികൾ ഈശോയെ ക്രൂശിച്ച ശേഷം അവന്റെ വസ്ത്രങ്ങൾ 4 ഭാഗിച്ചു. ഓരോ പടയാളിക്കും ഓരോ ഭാഗം. അവന്റെ അങ്കിയും അവർ എടുത്തു. അതാകട്ടെ തുന്നലില്ലാതെ മുകൾ മുതൽ അടിവരെ നെയ്തുണ്ടാക്കിയതായിരുന്നു. ആകയാൽ അവർ പരസ്പരം പറഞ്ഞു, നമുക്കത് കീറേണ്ട, പകരം അതാരുടേതായിരിക്കണമെന്ന് കുറിയിട്ട് തീരുമാനിക്കാം. എന്റെ വസ്ത്രങ്ങൾ അവർ ഭാഗിച്ചെടുത്തു, എന്റെ അങ്കിക്ക് വേണ്ടി അവർ കുറിയിട്ടു എന്ന തിരുവെഴുത്ത് പൂർത്തിയാകാൻ വേണ്ടിയാണ് പടയാളികൾ ഇപ്രകാരം ചെയ്തത്. ഈശോയുടെ കുരിശിനരികെ അവന്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലോഫാസിന്റെ ഭാര്യ മറിയവും മഗ്ദലന മറിയവും നിൽക്കുന്നുണ്ടായിരുന്നു. ഈശോ തന്റെ അമ്മയും താൻ സ്നേഹിച്ചിരുന്ന ശിഷ്യനും അടുത്ത് നിൽക്കുന്നത് കണ്ട് അമ്മയോട് പറഞ്ഞു, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. അനന്തരം അവൻ ആ ശിഷ്യനോട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തമായി സ്വീകരിച്ചു. അനന്തരമെല്ലാം നിറവേറിക്കഴിഞ്ഞു എന്നറിഞ്ഞ് തിരുവെഴുത്ത് പൂർത്തിയാകാൻ വേണ്ടി ഈശോ പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു. ഒരു പാത്രം നിറയെ ചവർപ്പുള്ള വീഞ്ഞ് അവിടെ ഉണ്ടായിരുന്നു. അവർ ചവർപ്പുള്ള ആ വീഞ്ഞിൽ കുതിർത്ത ഒരു നീർപ്പഞ്ഞി ഹിസോപ്പ് തണ്ടിൽ വെച്ച് അവന്റെ ചുണ്ടോടടുപ്പിച്ചു. ഈശോ ആ വീഞ്ഞ് രുചിച്ചിട്ട് പറഞ്ഞു, എല്ലാം പൂർത്തിയായിരിക്കുന്നു. അവൻ തല ചായ്ച്ച് ആത്മാവിനെ കൈയാളിച്ചു. ഈശോയിൽ സ്നേഹമുള്ളവരെ, സഭയുടെ ആരാധനക്രമത്തിൽ ഏറ്റവും ദീർഘമായ സുവിശേഷ പ്രഘോഷണം, വചന പ്രഘോഷണമുള്ള ദിവസമാണ് ഇന്ന്. 4 സുവിശേഷകന്മാരും കൂടി വിവരിക്കുന്ന മിശിഹായുടെ പീഡാനുഭവ കുരിശുമെന്ന രഹസ്യങ്ങളെയാണ് നാം തിരുവചനത്തിലൂടെ ശ്രവിക്കുന്നത്. ദുഃഖവെള്ളിയാഴ്ച മിശിഹായുടെ കുരിശിന്റെ പാതയിൽ നാം യാത്ര ചെയ്യുന്ന, മിശിഹായുടെ കുരിശിന്റെ പാതയിലൂടെയുള്ള നമ്മുടെ ജീവിതയാത്രയെ അനുസ്മരിക്കുന്ന ദിവസമാണ്. ഈശോ തന്റെ ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സ്വയം പരിത്യജിച്ച് സ്വന്തം കുരിശുമെടുത്ത് അനുദിനം എന്നെ അനുഗമിക്കട്ടെ. ഈ ദുഃഖവെള്ളിയാഴ്ച ദിവസം മിശിഹായുടെ കുരിശിന്റെ ചുവട്ടിൽ നിൽക്കുകയും അവിടുത്തെ കുരിശുരൂപം ചുംബിക്കുകയും ചെയ്യുമ്പോൾ ഈശോയുടെ ഈ ആഹ്വാനം, അനുദിനം തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കുക. മിശിഹ തൻ്റെ കുരിശെടുക്കുവാനല്ല നമ്മോട് ആവശ്യപ്പെടുന്നത്, മറിച്ച് അനുദിനം നാം ഓരോരുത്തരുടെയും കുരിശ് വഹിച്ച് മിശിഹായുടെ പിന്നാലെ യാത്ര ചെയ്യുവാനാണ്. മിശിഹായുടെ കുരിശ് അവിടുന്ന് ദൈവപിതാവിൻ്റെ ജീവിത കടമകൾ നിർവഹിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് അവിടുത്തേക്ക് മരക്കുരിശിലേറേണ്ടി വരികയും ചെയ്തു.
നാം ഓരോരുത്തരും വഹിക്കേണ്ട നമ്മുടെയും അനുദിന കുരിശ് ജീവിത കടമകളുടെ പൂർത്തീകരണമാണ്. അനുദിനം ജീവിത കടമകൾ വിശ്വസ്തയോടെ നിർവഹിക്കുവാൻ, ആ ജീവിത കടമകൾ നിർവഹിക്കുമ്പോൾ ഏറ്റെടുക്കേണ്ടി വരുന്ന ത്യാഗങ്ങളും സഹനങ്ങളും ജീവിത പ്രാരാബ്ദങ്ങളും അനുഷ്ഠിക്കുവാൻ, അത് അനുദിനം അനുഷ്ഠിച്ച് മുന്നോട്ട് പോകുന്നത് മിശിഹായോട് ചേർന്ന് കുരിശു വഹിക്കലാണ് എന്ന തിരിച്ചറിവിലേക്ക് വളരുവാൻ ദുഃഖവെള്ളിയാഴ്ച നമ്മെ ക്ഷണിക്കുന്നു. നമുക്ക് മുൻപേ കുരിശുമായി പോയവൻ്റെ പാതയിൽ അനുദിന ജീവിത കടമകളാകുന്ന കുരിശും വഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ കൃപ പ്രാർത്ഥിക്കാം. അവിടുത്തെ കുരിശ് ചുംബിക്കുമ്പോൾ ജീവിത കടമകളാകുന്ന കുരിശ് വിശ്വസ്തയോടെ വഹിക്കുവാനായിട്ട് കൃപ നമുക്ക് പ്രാർത്ഥിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.